ഇത് കണ്ടോ, ഇതെന്തറിയോ? ചക്കക്കുരു. അപ്പോൾ മഴയൊക്കെ തുടങ്ങി, നമ്മുടെ ചക്കയുടെ ഇതൊക്കെ കഴിഞ്ഞു. ചക്കക്കുരു എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ. ആ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഒരു സ്മാഷ്ഡ് ഉപ്പേരി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചക്കക്കുരു നന്നായി ആ പുറത്തെ തോലൊക്കെ കളഞ്ഞ് ദെൻ ആ റെഡ് തോല് കുറച്ചൊന്നിങ്ങനെ നമ്മൾ ഇതുകൊണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കളയാം. കുറച്ചൊക്കെ പോവും. അങ്ങനെ പോയിട്ടുള്ള ആ ചക്കക്കുരുവിനെ കുക്കറിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടൊന്നങ്ങോട്ട് ഒരു 2 വിസിൽ, 2 or 3 വിസിൽ, ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ച് ഓരോ ഭാഗത്ത് ഓരോ തരത്തിലായിരിക്കുമല്ലോ ചക്കക്കുരുവിൻ്റെ വേവ്. എന്നിട്ട് നന്നായി വേവിച്ച് വെച്ച ആ ചക്കക്കുരു നമ്മൾ കുറച്ച് വെള്ളുള്ളി, കറിവേപ്പില, സവാള അത് കുറച്ച് എണ്ണയിൽ മൂപ്പിക്കുക. അതിൽ കുറച്ച് മഞ്ഞളും മുളക് പൊടി ഇടുക. എന്നിട്ട് അത് മൂക്കണോടുകൂടി ഈ ചക്കക്കുരു വേവിച്ച് വെച്ചതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഇതങ്ങനെ ഇങ്ങോട്ട് വരട്ടുക. നല്ല ടേസ്റ്റാണ്, നല്ല ഹൈലി പ്രോട്ടീനാണ് കേട്ടോ ചക്കക്കുരുവിൽ. നമ്മൾ വെറുതെ വലിച്ചെറിയണ ഈ സാധനം ഉണ്ടല്ലോ, വെരി നൈസ്. കാണിക്കാം. ഇതാക്കണ്ടോ, ഒട്ടും അടി പിടിക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, ഹൈലി പ്രോട്ടീനാണ് കേട്ടോ. നമ്മൾ പൊട്ടറ്റോൻ്റെ ഒന്നും പറയണ പോലെയല്ലേ, വളരെ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. പക്ഷേ ഇതൊരു നാടൻ ടേസ്റ്റ് എന്ന് മാത്രമല്ല, നല്ല നമ്മൾ വെറുതെ വലിച്ചെറിയണ ഈ സാധനത്തിന് ഇത്രയും ഗുണമുണ്ട്. ഇതിപ്പോൾ ആമസോണിലൊക്കെ ഭയങ്കര വിലയായിട്ട് കാണാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നാടനൊരു വിഭവം. ഓക്കേ, കണ്ടോ, വരട്ടി എടുത്തിട്ടുള്ള ഉപ്പേരി. ഇപ്പോൾ ചക്ക മാത്രമല്ല വരട്ടുക, നമുക്ക് ചക്കക്കുരു ഇങ്ങനെ വരട്ടി നന്നായിട്ട് സ്പൈസി ആയിട്ട് നല്ലൊരു ഉപ്പേരി ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ സ്പൈസി കേട്ടോ, മുളക് പൊടി കുറച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഓക്കേ.